ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങരുത്. അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഇതാണ്. അമേരിക്ക ഇന്ത്യക്ക് മേൽ വലിയ രീതിയിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തി നോക്കി. പക്ഷേ ഇന്ത്യ കുലുങ്ങുന്ന മട്ടില്ല. ഇന്ത്യ 40 രാജ്യങ്ങളിലേക്ക് എക്സ്ട്രാ വിപണി തുറന്ന് ഇന്ത്യയുടെ വിപണന മേഖല വിപുലീകരിക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അമേരിക്കയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഇന്ത്യയിൽ ഉപരോധം ഏർപ്പെടുത്തിയാൽ ഇന്ത്യ എണ്ണ വാങ്ങിക്കാതിരിക്കില്ല, ഒരുപക്ഷെ എണ്ണ വാങ്ങിക്കുന്നത് കൂട്ടും. അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എണ്ണ കൊടുക്കുന്ന എണ്ണ കമ്പനികളെ ഉപരോധിക്കാം എന്നുള്ളതാണ് അമേരിക്കയുടെ പക്ഷമെന്ന് പറയുന്നത്. റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയുടെ ഇന്ത്യയിലേക്കുള്ള വരവ് പൂർണ്ണമായിട്ടും തടയാനാണ് അമേരിക്ക ഇപ്പോൾ റഷ്യയിലുള്ള ഇന്ത്യക്ക് എണ്ണ തരുന്ന കമ്പനികളെ ഉപരോധിക്കുന്നത്. പ്രധാനമായിട്ടും റഷ്യയുടെ എണ്ണ കമ്പനികളായിട്ടുള്ള റോസ്നെഫ്റ്റ്, ലൂക്കോയ് എന്നിവയ്ക്കാണ് അമേരിക്ക ഉപരോധം കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലേക്ക് വരുന്ന 70% എണ്ണയും ഈ കമ്പനികളിൽ നിന്നാണ് വരുന്നത്. ഈ കമ്പനിയിൽ ഉപരോധം ഏർപ്പെടുത്തിയാൽ ഈ എണ്ണ വിപണനം ഇവർ നിർത്തിവെക്കും എന്നാണ് അമേരിക്ക കരുതിയത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചോ? നമുക്ക് നോക്കാം. ഇവിടങ്ങളിൽ നിന്നുള്ള കമ്പനികൾ വഴി ഇടപാടുകൾ തടസ്സമാകില്ലെന്നും ഇന്ത്യൻ കമ്പനികൾക്ക് നിയമലംഘനമില്ലാതെ എണ്ണ എത്തിക്കാനായി സാധ്യതയുണ്ട് എന്നുമാണ് ഇപ്പോൾ എണ്ണ സംസ്കരണ മേഖലയിലുള്ളവർ സൂചിപ്പിക്കുന്നത്. അതായത് ഈ കമ്പനികൾക്ക് ബുധനാഴ്ച ഉപരോധം കൊണ്ടുവന്നപ്പോൾ ഇവരുടെ എണ്ണ വിൽപ്പന ആ ഉപരോധത്തിലുള്ള പഴുതുകളിലൂടെ നമ്മൾ എന്തായാലും ഇന്ത്യയിലേക്ക് എണ്ണ എത്തിച്ചോളാമെന്നാണ് ഇപ്പോൾ ഈ കമ്പനികൾ പറയുന്നത്. ഉപരോധമുണ്ട്, പക്ഷേ ഉപരോധത്തിൽ പഴുതുകളും ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് എണ്ണ വിതരണം എന്തായാലും തടസ്സപ്പെടില്ല എന്ന് ഈ കമ്പനികൾ ഇന്ത്യയെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പോയിന്റ്. പോരാത്തതിന് ഉപരോധം രാജ്യത്ത് ഡിസംബറിലെ എണ്ണ ലഭ്യതയിൽ കുറവ് വരുത്തിയേക്കുമെന്ന് ഇന്ത്യ കരുതിയിരുന്നു. ഡിസംബറിൽ വിതരണത്തിന് നേരത്തെ തന്നെ ഓർഡർ നൽകിയിട്ടുള്ളതാണ്. ഉപരോധം മറികടക്കുന്നതിന് കമ്പനികൾ സജ്ജമല്ലാത്തതിനാൽ വിതരണത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് എണ്ണ കമ്പനികൾ സൂചന നൽകിയിട്ടുണ്ട്. ഇന്ത്യയിലേക്കുള്ള റഷ്യയുടെ എണ്ണയുടെ 70% വരെ ഈ കമ്പനികളിൽ നിന്നാണ് പുറത്ത് വരുന്നത്. റഷ്യൻ എണ്ണ കമ്പനികളായിട്ടുള്ള മറ്റ് കമ്പനികൾ, അതായത് ഗ്യാസ്പ്രോം, നെഫ്റ്റിനും മറ്റ് കമ്പനികൾക്കും അമേരിക്ക നേരത്തെ തന്നെ ഉപരോധം ഏർപ്പെടുത്തി. എന്നാൽ ഇവയിൽ നിന്നും ഇപ്പോഴും ആഗോള വിപണിയിലേക്ക് എണ്ണ എത്തുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എന്ത് തന്നെയായിരുന്നാലും 1.59 ലക്ഷം ബാരൽ എണ്ണയാണ് ഒരു ദിവസം മാത്രം ഇന്ത്യയിലേക്ക് ഇവിടെ നിന്ന് വരുന്നത് എന്നുള്ളതാണ് കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.